ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് ന്യൂസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ISL ട്രാൻസ്ഫർ വിൻഡോ തുറന്ന ദിവസങ്ങൾക്കകം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ആദ്യ സൈനിങ് പുറത്തുവിട്ടിരിക്കുകയാണ്. ആദ്യമായി നടത്തിയ ഒരു ഇന്ത്യൻ സൈനിങ് ആണ്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള സൈനിങ് അല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നിലവിൽ അമീർ അനവാഡ് എന്ന താരവുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ ഒരു കരാറിൽ ഏർപ്പെട്ടിരുന്നു എന്നുള്ള വാർത്ത എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ താരത്തിനെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യമായി സൈൻ ചെയ്തിരിക്കുന്നത്. നിലവിൽ കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിന് ഒഫീഷ്യലായി തന്നെ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. 27-കാരനെ റൈറ്റ് ബാക്കായ അമീർ അനവാഡ് എന്ന താരത്തെ 2030 വരെയുള്ള ഒരു 5 വർഷത്തെ കരാറിലാണ് സ്വന്തമാക്കിയത്. നിലവിൽ താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 2 കോടി രൂപയാണ്. ISL താരമാകട്ടെ മുംബൈ സിറ്റി FC, ഒട്ടീഷ FC എന്നീ ടീമുകൾക്ക് വേണ്ടി കഴിഞ്ഞ സീസണിലൊക്കെ മിന്നും പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരുന്നത്. സെർജിയോ ലൊബേറയുടെ കീഴിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച താരത്തെ ഇപ്പോൾ ഡേവിഡ് കറ്റാല സ്വന്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ കണ്ടനറിയണം ആ മിന്നും പ്രകടനം താരം കേരള ബ്ലാസ്റ്റേഴ്സിന് തുടരുമോ എന്ന്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസീവ് നിരയിൽ സ്ഥിര സാന്നിധ്യമായി അമീർ അനവാഡ് മാറിക്കഴിയുമെന്ന കാര്യം നിസ്സംശയം പറയാം. റൈറ്റ് ബാക്ക് പൊസിഷനിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഇന്ത്യൻ താരങ്ങൾ ഒരാൾ തന്നെയാണ് അമീർ അനവാഡ്. അപ്പോൾ ഇദ്ദേഹത്തെ പോലുള്ള താരത്തിൻ്റെ അഡീഷൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിൽ തന്നെ വലിയൊരു ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാകും. കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസീവ് നിര അത്ര പോരായിരുന്നു. അതുതന്നെയാണ് ഏറ്റവും വലിയ സീസണിൽ പരാജയത്തിന് കാരണം. അപ്പോൾ അതിനെ മറികടക്കാനാണ് അമീർ അനവാഡിയെ പോലുള്ള താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുന്നത്. 27-കാരനായ റൈറ്റ് ബാക്കായ അമീർ അനവാഡ് ആകട്ടെ മികച്ച പെർഫോമൻസ് തന്നെയാണ് ഇന്ത്യൻ ടീമിലടക്കം സ്ഥിര സാന്നിധ്യമായി കാഴ്ചവെക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രകടനം കേരള ബ്ലാസ്റ്റേഴ്സ് തുടരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം പോവുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.